Audio Jungle. Audio Jungle. ഹലോ ഗായ്സ്, ഹൈദാരെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാരറ്റ് ഹൽവയാണ്. അപ്പോൾ കുറേ ഒരു ഹൽവ ഉണ്ടാക്കണമെന്ന് മോനിങ്ങനെ പറയുന്നു. അപ്പോൾ ദിവാലി സ്പെഷ്യലായിട്ട് നമുക്ക് ക്യാരറ്റ് ഹൽവ ട്രൈ ചെയ്യും. ഞാനിവിടെ 3 ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി അതിൻ്റെ തോലൊക്കെ കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം അതിന് മുമ്പ് കുറച്ച് കോൺഫ്ലവർ നമുക്ക് വെള്ളത്തിൽ കലക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. 3 കയ്യില്ല കേട്ടോ, ഞാൻ ഇങ്ങനെ കുഴിഞ്ഞ കയ്യിലിന് 2.5 കയ്യിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പാല് പോലെ ഉണ്ടാകും. നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് കലക്കി വയ്ക്കുക. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒന്ന് തോലൊക്കെ കളഞ്ഞ് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞിട്ടാണെങ്കിൽ അരിഞ്ഞിട്ടെടുക്കാം, അല്ലെങ്കിൽ ഞാൻ ഗ്രേറ്റ് ചെയ്യുക ചെയ്തത്. ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം, ജ്യൂസായിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനത് അവിടെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ജ്യൂസായിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം, അതിൽ ഓൾറെഡി വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം നമുക്ക് അതിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അത് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു പാത്രത്തേക്ക് അരിച്ചെടുക്കാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തേക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് ജ്യൂസ് മാത്രമായിട്ടാണ് നമ്മൾ അതിനെടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരം എത്രയാണോ വേണ്ടത് അത്രയും പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നേരത്തെ കോൺഫ്ലവർ ഇട്ട് വെച്ച ഇതെടുത്ത ആ കയ്യിലിന് 2 കയ്യിലാട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം. ഇതാ നമ്മുടെ ജ്യൂസ്, അതായത് ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോൺഫ്ലവർ ആഡ് ചെയ്ത ശേഷം കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണേ, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അതായത് ഇങ്ങനെ കുറുകി വരും, നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ കോൺഫ്ലവർ ഒഴിച്ച ശേഷം അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, അതായത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, ബദാം, പിസ്ത എന്ത് വേണമെങ്കിലും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബദാമും അണ്ടിപ്പരിപ്പുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം പാത്രത്തിന് ഇളകി വരുന്ന രീതിയിലുള്ള സമയമാകുമ്പോൾ അതിന് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് മാറ്റാം. ഞാനിവിടെ വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യൊക്കെ തടവിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ട് അതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം തണുപ്പിച്ചെടുക്കണം, 1-2 മണിക്കൂർ തണുപ്പിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ഹൽവ മുറിച്ചെടുക്കാൻ പറ്റും. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം നമ്മളിതാ ഹൽവ പുറത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്, നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അത് മുറിച്ചെടുക്കാം. നിങ്ങൾ എന്തായാലും വീട്ടിലിത് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ഹൽവ മുറിച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ട് തിന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അടിയിൽ പാത്രത്തിൻ്റെ അടിയിലിട്ട ഫ്രൂട്ട്സൊക്കെ സൈഡിലേക്ക് വന്നേ, എന്നാലും കുഴപ്പമില്ല. നമ്മളതിൻ്റെ ഉള്ളിൽ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഹൽവ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടമാവും. അവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ, താങ്ക് യു.